നമസ്കാരം. ആയുർജ്യോതി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജലക്ഷ്മി എം.ആർ. ഇന്ന് ഞാൻ പറയുന്നത് ആയില്യം, തൃക്കേട്ട, രേവതി ഈ 3 നക്ഷത്രങ്ങളുടെ 2026 ഫലങ്ങളാണ്. ആയില്യം നക്ഷത്രത്തെപ്പറ്റി പറഞ്ഞാൽ പൊതുവേ ഇത് ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലമാണ്. തൊഴിലിൽ അഭിവൃദ്ധി, സാമ്പത്തിക പുരോഗതി, കുടുംബത്തിൽ സന്തോഷം, ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ ഊഷ്മളത, മക്കളെ കൊണ്ടും നല്ല സന്തോഷകരമായ കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വിദേശവാസത്തിന് യോഗമുണ്ട്. അതോടൊപ്പം തന്നെ ഉയർന്ന ജോലിയിലേക്ക് പ്രവേശിക്കാനും സാമ്പത്തികമായിട്ട് ഉയർന്ന നില ഒരു കച്ചവടം നടത്തുന്നവരാണ് എങ്കിൽ ആ കച്ചവടത്തിൽ അവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതായി കാണും. പിന്നെ കൂടുതലായിട്ട് ഒരു ആരോഗ്യകാര്യങ്ങളൊരു ശ്രദ്ധ വേണം. ഇതൊക്കെയാണെന്ന് പറഞ്ഞാലും വരവിലും കഴിഞ്ഞ് കൂടുതൽ എപ്പോഴും ചിലവായിരിക്കും. വരവ് ലഭിക്കും, സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാകുമ്പോൾ വരവ് ഉണ്ടാവും. പക്ഷേ എന്നാൽ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചിലവുകൾ ഉണ്ടാകും. പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് ഉള്ള ചിലവുകൾ വർദ്ധിക്കാം. പിന്നെ അതോടൊപ്പം തന്നെ ശരീരത്തിന് അസ്വസ്ഥതകൾ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അസ്വസ്ഥതകൾ ശരീരത്തിൽ അത് രോഗസംബന്ധമായിട്ടാകാം. പിന്നെ മാനസിക അസ്വാസ്ഥ്യങ്ങളും നിങ്ങൾക്കുണ്ടാകാം. കാരണം ഈ വരവിൽ കൂടുതൽ ചിലവ് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ സ്റ്റേബിളായിട്ട് നിൽക്കാനൊരു തടസ്സം വരുമല്ലോ. അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധയും ക്ഷമയോടുകൂടിയുള്ള പ്രവർത്തനം നിങ്ങൾക്ക് അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ആശുപത്രിവാസം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ആശുപത്രിവാസം ഓർക്കാപ്പുറത്ത് ഒന്നെങ്കിൽ അടുത്ത ബന്ധുക്കൾക്കായിരിക്കാം, അല്ലെങ്കിൽ സ്വമേധയായിരിക്കാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും അടുത്ത ഉറ്റമിത്രങ്ങൾക്കോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ചിലവ് വർദ്ധിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ കൂടുതലായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗൃഹത്തിൽ സമാധാനമായിരിക്കും, സന്തോഷമായിരിക്കും, കുടുംബ ബന്ധത്തിൽ ഊഷ്മളത കാണും, സ്വൈര്യവും സമാധാനവും ഒക്കെ ഉണ്ടാകും. പക്ഷേ അസ്വസ്ഥതകൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. കാരണം ഈ അപ്രതീക്ഷിതമായ ചിലവുകൾ വർദ്ധിക്കും. അപ്പോൾ അതുകൊണ്ട് മാനസികമായിട്ട് അസ്വസ്ഥതകൾ ഉണ്ടാകാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അതിന് നിങ്ങൾ നാഗപ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യണം. നാഗങ്ങൾക്ക് 100 പാലും കൊടുക്കുക. മണ്ണാറശാലിൽ ഒരു ആയില്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി തൊഴുക. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും നാഗങ്ങളുടെ ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ നാഗക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾക്ക് നാഗാരാധന നടത്താവുന്നതാണ്. 100 പാലും കൊടുക്കുക. അങ്ങനെ നാഗപ്രീതികരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ നാഗം പാട്ട് നടത്തുക, പുള്ളുവൻ പാട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തിയാൽ നമുക്ക് നല്ല കാര്യമാണ്. നിങ്ങളുടെ ആയില്യം നക്ഷത്രത്തിൽ നിങ്ങളുടെ പക്കപ്പിറന്നാളിന് നാഗങ്ങളുള്ള ക്ഷേത്രത്തിലെ പാമ്പുമേക്കാവ് പോലെ ഉള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾ പോയി ആരാധന നടത്തുന്നത് വളരെ നല്ലതാണ്. അതേപോലെ പരമശിവനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. കാരണം ഭഗവാന്റെ ആഭരണമാണല്ലോ നാഗങ്ങൾ. അപ്പം പരമശിവൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെയും അദ്ദേഹത്തിന് ഉച്ചയ്ക്കൊത്ത ധാര, പുറകുവിളക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ നാളും പേരും പറഞ്ഞ് ഭാഗ്യസൂക്താർച്ചന അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതാണ് നിങ്ങളെ പറ്റി പറയാനുള്ളത്. എന്തായാലും നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ ഗുണപ്രദമായ ഒരു വർഷം തന്നെയാണ് ഈ 2026 എന്ന് പറയാം. അതുപോലെ തന്നെ ആയില്യം നക്ഷത്രക്കാർക്ക് വിവാഹം മുടങ്ങിപ്പോയവർക്ക്, അല്ലെ വിവാഹം വൈകിപ്പോയവർക്ക് വിവാഹത്തിന് സാധ്യതയുണ്ട്. അകന്നുപോയ ദമ്പതികൾ അടുത്തു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുടുംബത്തിൽ കലഹങ്ങളുള്ളവർക്ക് കലഹങ്ങൾ ഒഴിവാകും. അപ്പോൾ ദമ്പതികൾ തമ്മിൽ സ്വരച്ചേർച്ച ഉണ്ടാകാനുള്ള സമയമാണ്. മനപ്രയാസത്തിലൊക്കെ ഇരുന്നവർ, അകന്നുപോയവർ ഒക്കെ അടുത്തു വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മനപ്രയാസത്തിൽ ഇരുന്നവർ. പിന്നെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു മംഗളകരമായ അല്ലെ ശുഭകരമായ വാർത്തകൾ കേൾക്കുവാൻ നിങ്ങൾക്ക് ഈ വർഷം 2026 അനുഗ്രഹപ്രദമാകും. ഇനി അടുത്തതായി പറയാനുള്ളത് തൃക്കേട്ട നക്ഷത്രമാണ്. അപ്പോൾ തൃക്കേട്ട നക്ഷത്രത്തിന് വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഒരു അനുകൂല ഭാവമുണ്ട്, വൃശ്ചികക്കൂറുകാർക്ക് പ്രത്യേകിച്ച്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു ജീവിതത്തിൽ ഒരു പുരോഗതി, തൊഴിലൊരു അഭിവൃദ്ധി, മനപ്രയാസം ഉണ്ടായ കഴിഞ്ഞ വർഷത്തെ 2025 മനപ്രയാസം ഉണ്ടായ വിഷയങ്ങൾക്കൊക്കെയും ഒരു നിവൃത്തി 2026 നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. മുടങ്ങിപ്പോയ ജോലി ലഭിക്കുവാനും, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ പരീക്ഷ, മത്സര പരീക്ഷകളിലൊക്കെ നിങ്ങൾക്ക് വിജയിക്കുവാനും ഒക്കെ ഈ അവസരമുണ്ട്. തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് പുതിയ തൊഴിലിലേക്ക് പ്രവേശിക്കുവാനും സാമ്പത്തികമായിട്ട് അതുമൂലം ഉയർച്ചയിലേക്ക് പ്രവേശിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. മത്സര പരീക്ഷകളിലൊക്കെ നിങ്ങൾക്ക് വിജയസാധ്യത കാണുന്നുണ്ട്. അപ്പോൾ പഠനത്തിലൊക്കെ ഇരിക്കുന്നവർക്ക്, പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഒരു വിജയസാധ്യത കാണുന്നുണ്ട്. എക്സാമിന് വേണ്ടിയൊക്കെ ഇപ്പം തയ്യാറെടുക്കുന്നവർക്കൊക്കെ ഒരു അനുകൂലമായ സമയമാണ് ഈ 2026. 2025 നിങ്ങൾക്ക് പൊതുവെ മെച്ചമായിരുന്നില്ല. വളരെ മനപ്രയാസവും ക്ലേശകരവുമായ സാഹചര്യമായിരുന്നു നിങ്ങൾക്ക് പൊതുവെ. വളരെയേറെ മാനസികമായിട്ട് ബുദ്ധിമുട്ട്, രോഗ ദുരിതങ്ങളൊക്കെയുമായിരുന്നു. പക്ഷേ ഈ വർഷം അതിനൊക്കെയും ഒരു മാറ്റമുള്ള വർഷമാണ്. കാരണം ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഒരു അനുകൂലത നിങ്ങളോടൊപ്പം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അതിന് വളരെ മാറ്റം ഉണ്ടാകുന്നതാണ്.
അപ്പോൾ സമ്പത്തിലും തൊഴിലിലും ഒക്കെയും ഉദ്ദേശിച്ചാലും കൂടുതൽ പ്രതീക്ഷിച്ചാലും കൂടുതൽ ലാഭം നിങ്ങൾക്ക് ലഭിക്കും. മത്സര പരീക്ഷകൾ വിജയിക്കുമെന്ന് പറഞ്ഞുവല്ലോ. അതേപോലെ പിന്നെ നിങ്ങൾക്കും സാമ്പത്തികമായിട്ട് കുറച്ച് അധിക ചിലവുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ രോഗങ്ങളിൽ പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം മാരകമായ രോഗങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ രോഗങ്ങൾ ഉണ്ടായിട്ട് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ചിലവ് വർദ്ധിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ ഓണം, വിഷു, ക്രിസ്തുമസ് അതൊക്കെയും കുടുംബാംഗങ്ങളോടൊത്ത് നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ള അവസരവും മനസ്സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും. കുടുംബത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് എല്ലാം കൊണ്ട് നിങ്ങൾക്ക് വളരെ മെച്ചപ്പെട്ട വർഷമാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ വിഷ്ണു ക്ഷേത്രങ്ങളിലാണ് നിങ്ങൾ കൂടുതലും പോയിട്ട് പൂജകൾ ചെയ്യേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക, വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോവുക. വ്യാഴാഴ്ച തോറും നിങ്ങൾ വീട്ടിൽ 5 തിരിയിട്ട് നെയ്വിളക്ക് കത്തിക്കുന്നത് നിങ്ങൾക്ക് വളരെ ഉചിതമാണ്. രാവിലെ ആകാം, സന്ധ്യയ്ക്കാകാം, ഏത് സമയവും ഉചിതമാണ്. അതേപോലെ ഭഗവാൻ ഒരു താമരപ്പൂ സമർപ്പിക്കുന്നതും ഒക്കെയും നല്ലതാണ്. ഒരു തുളസിമാല ഒരു ഭഗവാന്റെ ഫോട്ടോയിലും ചാർത്തുന്നത് നല്ലതാണ്. അതോടൊപ്പം വ്യാഴാഴ്ച ദിവസം നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് ഓം നമോ ഭഗവതോ വാസുദേവായ എന്ന നാമത്തോടുകൂടി അവിടെ പോയിട്ട് പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കണം. എന്നിട്ട് തീർത്ഥം വാങ്ങി കഴിക്കണം. അങ്ങനെ നിങ്ങൾക്ക് ഇച്ഛയ്ക്കൊത്ത വഴിപാടുകൾ എന്തെങ്കിലും ഭഗവാന് ചെയ്യുക. ഒന്ന് പാൽപ്പായസമാണ് ഏറ്റവും പ്രിയങ്കരം ഭഗവാന്. അപ്പോൾ ഒരു പാൽപ്പായസം നിവേദിക്കുന്നതും നിങ്ങളുടെ സന്തോഷം നിലനിൽക്കാനായിട്ട്, ഈ വർഷത്തെ എല്ലാ കാര്യങ്ങളും നിലനിന്ന് പോകാനായിട്ട് നിങ്ങളത് ആചരിക്കുന്നത് വളരെ ഉത്തമകരമാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞാൽ മുൻദേഷ്യം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ഈ വർഷം. ഓരോ കാര്യങ്ങൾക്ക് ഈ വർഷം ഒരു എടുത്തിയാട്ടം അത് നിങ്ങൾ വളരെ നിയന്ത്രിക്കണം. കാര്യം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ നിങ്ങൾക്ക് അശ്രദ്ധയും അങ്ങനെയുള്ള അതുമൂലം നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടങ്ങളും വരും. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഒരു ശ്രദ്ധ, ഒരു ക്ഷമ പുലർത്തണം. എടുത്തിയാട്ടം, മുൻകോപം ഇതൊക്കെ ഒന്ന് നിയന്ത്രിക്കണം. കാര്യം ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ അത് നിങ്ങളെ തൊഴിലിനെ ബാധിക്കും, അല്ലെ സാമ്പത്തിക നിലയൊക്കെ ബാധിക്കും. എല്ലാം ക്ഷമയോടും ശ്രദ്ധയോടും ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി ഞാൻ പറയുന്ന നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രത്തിന് പൊതുവെ ഗുണപ്രദമായ ഒരു വർഷം തന്നെയാണ്. എന്നാൽ കുറച്ച് മനപ്രയാസമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. കാരണം അഭിപ്രായ വ്യത്യാസം, മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് അഭിപ്രായ ഭിന്നതകൾ അല്ലെ അഭിപ്രായ വ്യത്യാസങ്ങൾ. നിങ്ങൾ ഏർപ്പെടുന്ന മേഖലകൾ, തൊഴിൽ മേഖലയാകട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് മേഖലയാകട്ടെ, നിങ്ങളൊരു പൊതുപ്രവർത്തകയാകട്ടെ, അല്ലെങ്കിൽ പൊതുപ്രവർത്തകനാകട്ടെ, നിങ്ങൾ ഏത് ലെവലിൽ ഇടപെടുന്ന ആളാണെങ്കിലും ആ നിൽക്കുന്ന സ്ഥലത്ത് അഭിപ്രായ വ്യത്യാസത്തിന് വളരെ സാധ്യതയുണ്ട്. അപ്പം നിങ്ങളും വാക്കിലെ മിതത്വം പാലിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഒരു അപഹാസ്യരാകുന്ന ഒരു അവസ്ഥ വരിക. അതായത് അവരെന്താ ഇങ്ങനെ എന്നുള്ള ഒരു സംസാര രീതി നമുക്ക് വരുത്താൻ പാടില്ല. പക്ഷേ കോപിക്കേണ്ട സാഹചര്യം ആയിരിക്കാം. പക്ഷേ ആ കോപ സാഹചര്യം മാറ്റി ഊഷ്മളമായി അല്ലെ സമാധാനപരമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറേണ്ടതാണ്. അത് മുഖാന്തരം നിങ്ങൾക്ക് ഈ ഒരു മനപ്രയാസത്തിന് സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. അതാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്കും തൊഴിലിൽ മെച്ചമാണ്. സാമ്പത്തിക പുരോഗതി കിട്ടും. രാഷ്ട്രീയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും വിജയസാധ്യത കാണുന്നുണ്ട്. അപ്പോൾ പക്ഷെ നിങ്ങളും, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളും ഒരു അപഹാസ്യരാകാനുള്ള ഒരു വർത്തമാനത്തിൽ, നിങ്ങളുടെ സംസാരത്തിൽ ഒരു പൊതുജനങ്ങൾക്കിടയിൽ ഒരു 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 സംസാരത്തിന് അവസരം നിങ്ങൾ കൊടുക്കരുത്. അത് വളരെ ശ്രദ്ധയോടെ വേണം. നിങ്ങൾ അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. പക്ഷേ എങ്കിലും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ നീങ്ങണം. അതേപോലെ ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. കാര്യം വാദസംബന്ധം, നീർദോഷ സംബന്ധമായ, നാഡീ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെയും സാധ്യതയുണ്ട്. ഉദര സംബന്ധമായ രോഗത്തിന് സാധ്യതയുണ്ട്. അപ്പം ആ കാര്യങ്ങളിലൊക്കെ ഒരു മുൻകരുതൽ നിങ്ങൾ എടുക്കേണ്ടതാണ്. പിന്നെ കുടുംബത്തിൽ സന്തോഷവും സമാധാനം ഉണ്ടാകും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ മെച്ചമായ ഒരു വർഷം തന്നെയായിരിക്കും നിങ്ങൾക്കിത്. അനുകൂലമായ ഒരു വർഷം തന്നെയായിരിക്കും. കാരണം കുടുംബത്തിലും സമാധാനവും സന്തോഷവും ഉണ്ടാകും. നഷ്ടപ്പെട്ടു പോയ ജോലി വീണ്ടെടുക്കാൻ പറ്റും. പിന്നെ നഷ്ടപ്പെട്ട ചിട്ടി, അങ്ങനെയുള്ള നിങ്ങളെ ഓരോ കാര്യങ്ങൾ, നിങ്ങൾ നിക്ഷേപിച്ച പണങ്ങൾ അതൊക്കെ നഷ്ടപ്പെട്ട നിങ്ങൾക്ക് തിരികെ ലഭിക്കാനും ഈ വർഷം സാധ്യതയുണ്ട്. മുടങ്ങിപ്പോയ ചിട്ടി അല്ലെങ്കിൽ LIC പോലത്തെയൊക്കെ ഉണ്ടല്ലോ നിക്ഷേപങ്ങൾ, ആ നിക്ഷേപങ്ങളൊക്കെ നിങ്ങൾക്ക് മടക്കി കിട്ടുവാനും ഉള്ള സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെ ഭാഗ്യകരമായ ഒരു വർഷം തന്നെയാണ് ഈ 2026 നിങ്ങൾക്ക് പൊതുവെ നോക്കുമ്പോൾ. അപ്പോൾ പറഞ്ഞ പോലെ ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. കാരണം ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു രോഗം പിടിപെടാനും ഒരു വർഷത്തിൻ്റെ മധ്യഭാഗം എത്തുമ്പോഴാണ് ഇതിന് കൂടുതലായിട്ടുള്ള സാധ്യത കാണുന്നത്. പോകെ മാറിക്കോളും. വർഷത്തിൻ്റെ മധ്യഭാഗം എത്തുമ്പോൾ അസുഖത്തിന് കാരണമാകും. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് അതീവമായ ശ്രദ്ധ വേണം. അപ്പോൾ അതിനുള്ള മുൻകരുതലുകൾ എടുക്കുക, അല്ലെങ്കിൽ അതിനുള്ള ചികിത്സാ വിധികൾ നേടുക. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും. അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് സമാധാനവും സന്തോഷമായ ഒരു വർഷം തന്നെയാണിത്. നിങ്ങൾക്കും വിവാഹത്തിന് അനുകൂല സമയമാണ്. മുടങ്ങിയ വിവാഹങ്ങൾ, മുടങ്ങിപ്പോയത്, ചിലർക്കൊക്കെ വിവാഹം വൈകുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ വിവാഹങ്ങൾ നടക്കുവാനും അനുയോജ്യമായ ഒരു ജീവിതം ഉണ്ടാകാനും ഒക്കെ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ വിവാഹം വൈകുമല്ലോ.
അപ്പോൾ അതോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ വർഷം നിങ്ങൾക്ക് ശുഭകരമായ കാര്യങ്ങളൊക്കെ നടക്കും. വീട്ടിലെ മംഗളകർമ്മങ്ങളൊക്കെ നടക്കും. അതേപോലെ തന്നെ പുതിയ ഗൃഹാരംഭത്തിനുള്ള അവസരം നിങ്ങൾക്കുണ്ടാകും. ഭൂമി ഇല്ലാത്തവരാണെങ്കിൽ ഭൂമി വാങ്ങാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അതേപോലെ മുടങ്ങിപ്പോയ ചിട്ടി നിക്ഷേപങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് പുനരാരംഭിക്കാൻ കഴിയും. അല്ലെങ്കിൽ പുതിയ നിക്ഷേപങ്ങൾക്ക് ചേരുവാനുള്ള അവസരം ഉണ്ടാകും. അങ്ങനെ എല്ലാം കൊണ്ടും കുടുംബ ബന്ധങ്ങളിലും ഒക്കെ ഊഷ്മളതയും നന്മയും നിങ്ങൾക്കുണ്ടാകുന്ന ഒരു നല്ല വർഷം തന്നെയാണ് 2026. ആരോഗ്യ കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധ വേണം. സംസാരത്തിലും മിതത്വം പാലിക്കണം. ഇടപെടലുകളിലൊക്കെയും സത്യസന്ധത, അങ്ങനെ ഒരു അപവാദം കേൾക്കാനൊന്നുമുള്ള അവസരങ്ങൾ ഉണ്ടാകാതെ, പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഒരു പൊതുപ്രവർത്തകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് മനപ്രയാസത്തിന് ഇടവരാതിരിക്കാൻ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അല്ല നിങ്ങളുടെ കരിയറിന് അത് ദോഷമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോകണം. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഓം നമോ ഭഗവതോ വാസുദേവായ, ഓം നമോ നാരായണായ, ഈ മന്ത്രങ്ങൾ ജപിക്കുക, ഈ നാമങ്ങൾ ജപിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് ഗുരുവായൂർ പോകാൻ സാധ്യതയുണ്ട്. വ്യാഴാഴ്ച ഗുരുവായൂർ പോകുന്നതും ഭഗവാന് തൃക്കൈവെണ്ണ കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അതേപോലെ ഭഗവാന് ഇഷ്ടമായ താമരപ്പൂ സമർപ്പിക്കാം, കദളിപ്പഴം നിവേദിക്കാം ഭഗവാന്. അങ്ങനെ ഇഷ്ടകരമായ കാര്യങ്ങളൊക്കെയും ഫലവർഗ്ഗങ്ങളൊക്കെയും ഭഗവാന് കൊടുക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ദേവീക്ഷേത്രത്തിൽ പോയിട്ട് ദേവിക്ക് ചുവന്ന മാല കൊടുക്കുക. അതേപോലെ ദേവിക്ക് ഭാഗ്യസൂക്തങ്ങൾ ചെയ്യുക. അങ്ങനെയൊക്കെയും ചെയ്യുന്ന ദേവിക്ക് പ്രീതികരങ്ങളായ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത് നിങ്ങൾക്ക് ഉചിതമാണ്. ശിവനും പാർവതിയും കൂടെ ഉള്ള ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ഭഗവാന് ധാര, പിറകുവിളക്ക്, അതേപോലെ തന്നെ ഒരു ഭാഗ്യസൂക്തം ചെയ്യാം. അല്ലെങ്കിൽ ഐക്യമത്യ സൂക്തം വീട്ടിലെ എല്ലാ അംഗങ്ങളുടെ നാളും പേരും പറഞ്ഞ് ചെയ്യിക്കുന്നതും നിങ്ങൾക്ക് ഉചിതമാണ്. അപ്പോൾ ഈ ദോഷങ്ങളൊക്കെയും മാറും. അതേപോലെ മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നത് നല്ലതാണ്. ശിവക്ഷേത്രത്തിൽ പോയിട്ട് ആലിന് 7 പ്രദക്ഷിണം വെക്കുന്നത് നല്ലതാണ്. അരയാലിന് 7 പ്രദക്ഷിണമാണ് വെക്കേണ്ടത്. അപ്പോൾ ആ പ്രദക്ഷിണ 7 വെക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. അപ്പം വ്യാഴാഴ്ച എന്തായാലും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോവുക. വെള്ളിയാഴ്ച ഭദ്രയുടെ അടുത്തും ശിവഭഗവാന്റെ അടുത്തും പോവുക. ശനിയാഴ്ച വേണമെങ്കിലും പോകാം. ശിവപ്രീതികരമായ ദിവസമാണ്. വെള്ളിയും പ്രീതികരമാണ്, ശനിയും പ്രീതികരമാണ്. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഉന്നമനം തന്നെ ഉണ്ടാകും. ആയില്യം, തൃക്കേട്ട, രേവതി ഈ 3 നക്ഷത്രക്കാർക്ക് എല്ലാം കൊണ്ടും നല്ലൊരു വർഷം തന്നെയാണിത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളൂ. എന്നാലും അതൊക്കെ നിങ്ങൾക്ക് നിയന്ത്രിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പം ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒന്ന് ശ്രദ്ധയോടും ക്ഷമയോടും നിങ്ങൾ ചെയ്യുക. ഈ ആയില്യം, തൃക്കേട്ട, രേവതി ഈ 3 നക്ഷത്രക്കാർക്കും എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.